സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2024 ഫെബ്രുവരിയിൽ നടന്ന SSLCയുടെ മോഡൽ എക്സാമിനേഷൻ ഹിന്ദിയുടെ ആൻസർ കീയാണ്. ഇതേ ഒരു മോഡലിൽ തന്നെ ആയിരിക്കും ഇനിയുള്ള ഈ SSLC എക്സാമും ഉണ്ടാവുക. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. फर्स्ट सूचना, आयाम कलाम के बहाने फिल्म लेखक अंश पढ़ें 1 से 3 तक के प्रश्नों के उत्तर लिखें. അയാം കലാം കെ ബഹാനെ എന്ന പാഠഭാഗത്തെ ഭാഗം തന്നിട്ട് 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കോൺ രൺവിജയ്ക്കോ ഭാഷൺ ലിഖ് ദേത്താ ഹെ. ആരാണ് രൺവിജയ്ക്ക് പ്രസംഗം എഴുതി കൊടുത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലെ ഓപ്ഷൻസ് 4 ഓപ്ഷൻ ഉണ്ട്. ഇതിലെ 4th ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. കലാം ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രൺവിജയ്ക്ക് പരേശാനിക്ക് കാരണം ക്യാ ക്യാ ഹേ. രൺവിജയുടെ പരിഭ്രമത്തിൻ്റെ കാരണം എന്തെല്ലാമായിരുന്നു എന്നാണ്. 2 മാർക്കിൻ്റേതാണ്. അപ്പം അതിലുള്ള പോയിന്റുകൾ നമ്മൾ എഴുതേണ്ടതുണ്ട്. ഇവിടെ ആദ്യത്തെ 1ാമത്തെയും 2ാമത്തെയും വരി എടുത്ത് എഴുതിയാൽ ഇതിൻ്റെ ആൻസർ ആവുമായിരുന്നു. എന്താണ്? രൺവിജയൻ്റെ സ്കൂളിൽ ഒരു പ്രസംഗം നടത്തേണ്ടതുണ്ടായിരുന്നു. രൺവിജയൻ വളരെ വളരെ പരിഭ്രമിച്ചിരുന്നു. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ഉസ്കി ഹിന്ദി ഇത്തിനി അച്ചി നഹി ഹെ. അവൻ്റെ ഹിന്ദി അത്ര നല്ലതല്ലായിരുന്നു. അപ്പോൾ एक दिन रणविजय को उसके स्कूल में भाषण देने के लिए कहा जाता है. रणविजय परेशान है क्योंकि उसकी हिंदी इतनी अच्छी नहीं है. ഇതായിരുന്നു ഇതിൻ്റെ ആൻസർ വരുന്നത്. रणविजय भाषण प्रतियोगिता में प्रथम पुरस्कार पाता है. इस प्रसंग पर रणविजय और कलाम के बीच की बातचीत लिखें. ഇവിടെ കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രൺവിജയും അതുപോലെ തന്നെ കലാമും തമ്മിലുള്ള കോൺവെർസേഷനാണ് തയ്യാറാക്കേണ്ടിയിരുന്നത്. ശ്രദ്ധിക്കാതിരുന്നാൽ ഇത് തെറ്റിപ്പോകും. കാരണം ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, രൺവിജയിൻ്റെ പ്രസംഗ മത്സരം കഴിഞ്ഞ് അവന് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നു. ഈ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി കലാമും രൺവിജയും തമ്മിലുള്ള ഒരു സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രസംഗ മത്സരം കഴിഞ്ഞ് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചതിന് ശേഷമുള്ള അവരുടെ കോൺവെർസേഷനാണ് ഇവിടെ എഴുതേണ്ടിയിരുന്നത്. ഇനി ഓർ ക്വസ്റ്റ്യൻ ആണ്, അഥവാ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ എഴുതാം? സങ്കേതവും കി മദദ് സെ കലാം കി ചരിത്രഗത വിശേഷതാവും പർ ടിപ്പണി ലിഖെ. സൂചനകളെ അടിസ്ഥാനമാക്കി കലാമിൻ്റെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 ഹിൻസൊക്കെ തന്നിട്ടുണ്ട്. ദോസ്ത് കി മദദ് കർണേവാല, സുഹൃത്തിനെ സഹായിക്കാൻ സന്മനസ്സുള്ളവൻ, പഠനേമേൻ തൽപർ, പഠിക്കാൻ താല്പര്യമുള്ള ആൾ, ബെഹത്തർ ജീവൻ ചാഹനേവാല, മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ഇങ്ങനെയുള്ള ഹിൻസുകളൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറിപ്പ് എഴുതാനാണ്, കലാമിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സൂചന, ബീർബഹുടി കഹാനി കാ യഹ് അംശ് പഠേം और 4 से 6 तक के प्रश्नों के उत्तर लिखें. ബീർബഹുടി കഥയുടെ ഭാഗം തന്നിട്ടുണ്ട്. അത് വായിച്ച് 4 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4th ക്വസ്റ്റ്യൻ ഇതാണ്, സുരേന്ദർജി മാഡ് സാബിനെ ബേല കെ സാത്ത് കൈസ വ്യവഹാർ കിയ. സുരേന്ദർജി മാസ്റ്റർ ബേലയോട് എങ്ങനെയുള്ള പെരുമാറ്റമാണ് നടത്തിയത്? അപ്പോൾ അത് ഓപ്ഷൻസിൽ 4 ഓപ്ഷൻ ഉള്ളതിൽ നിന്നും സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ബാലോമേ ഭഞ്ചാ ഫൻസായ, അവളുടെ മുടിക്ക് കുത്തി പിടിച്ചല്ലേ. അത് 1ാമത്തെ വരിയിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യൻ, സഹി വികൽപ്പ് ചുൻകർലിക്ക്. ശരിയായ ജോഡി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഉസ് അല്ലേ. ഉസ് വെച്ച് നമ്മൾ സർവനാമത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെയുള്ളതിൻ്റെ ആൻസറുകളൊക്കെ കിട്ടാവുന്നതാണ്. ഇവിടെ 3rd ഓപ്ഷനാണ് വഹ് പ്ലസ് കെ ഉസ്കെ. അതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 3rd ഓപ്ഷൻ. 6ാമത്തെ ക്വസ്റ്റ്യൻ, बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. उस दिन साहिल की डायरी लिखता है. वह डायरी कल्पना करके लिखे. ബേലയുടെ പേടിച്ചിരിക്കുന്ന മുഖം കണ്ട് സാഹിലിന് വല്ലാത്ത ദുഃഖം തോന്നി. ആ ദിവസത്തെ സാഹിലിൻ്റെ ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചില കുട്ടികളെങ്കിലും ബേല എന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ബേലയുടെ ഡയറി എഴുതി വെച്ച സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ബേലയുടേതല്ല, സാഹിലിൻ്റെ ഡയറിയാണ് ചോദിച്ചിരിക്കുന്നത്. വഹ ഡയറി കൽപ്പന കർക്കേലിക്ക്, ആ ഡയറി സങ്കല്പത്തിനനുസരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ക്ലാസ്സിൽ സുരേന്ദ്രജിയുടെ ക്രൂരമായ പെരുമാറ്റത്തിൻ്റെ അന്ന് സാഹിൽ എഴുതുന്ന ഡയറിയാണ്.
ക്ലാസ്സിൽ സുരേന്ദ്രജിയുടെ ക്രൂരമായ പെരുമാറ്റത്തിൻ്റെ അന്ന് സാഹിൽ എഴുതുന്ന ഡയറിയാണ്. അഥവാ അല്ല എങ്കിൽ താഴെ തന്നിരിക്കുന്ന 6 ഓപ്ഷൻ വായിച്ചതിൽ നിന്നും 4 എണ്ണം ശരിയുത്തരമുണ്ട്, അതെടുത്ത് എഴുതിയാൽ മതിയായിരുന്നു. കഹാനിക്ക് ആധാർ പർ സഹി 4 സഹി പ്രസ്താവ് ചുൻകർ ലിഖിए. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകളിൽ 4 ശരിയുത്തരമുണ്ട്, തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിപ്പം ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ കാണുമ്പം നമുക്ക് 4 എണ്ണം എഴുതാൻ പറയുമ്പോൾ എങ്ങനെ എഴുതിയാൽ പോലും, എത്ര അറിയാത്തവർ എഴുതിയാൽ പോലും 2 മാർക്ക് ഇവിടെ നിന്ന് കിട്ടാൻ സാധിക്കും. കാരണം 4 എണ്ണമാണ് എഴുതേണ്ടത്, 4 എണ്ണം ശരിയുണ്ട്, 2 എണ്ണേ ഇവിടെ തെറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ്, ബച്ചെ സുരേന്ദർജി മാഡ് സാബ് സെ ഡർത്തെ थे. കുട്ടികൾക്ക് സുരേന്ദർജി മാഡ് സാബിനെ ഭയമായിരുന്നു, അത് ശരിയായിരുന്നു. ആ സെൻറ്റൻസ് ശരിയാണ്. സുരേന്ദർജി മാഡ് സാബ് ഇതിഹാസ് പഠാത്തെ थे. സുരേന്ദർജി മാഡ് സാബ് സോഷ്യൽ, ചരിത്രമാണ് പഠിപ്പിച്ചിരുന്നത്, അപ്പോൾ ആ സെൻറ്റൻസ് തെറ്റാണ്. സുരേന്ദർജി മാഡ് സാബിനെ ബേലാക്കെ ബാലോമേ ഭഞ്ചാ ഫൻസായ, അത് ശരിയാണ്. ഭയഭീത് ഹോക്കർ ബേലാക്കെ പാവ് കാമ്പ് രഹീതെ, പേടിച്ച് ബേലയുടെ കാലുകളൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു, ശരിയാണ്. ബേല और സാഹിൽ അജ്മീർ के स्कूल में പഠിത്തേ थे, അത് തെറ്റാണ്. സുരേന്ദർജി മാഡ് സാബിനെ ബേല की कॉपी को फेंक दिया. സുരേന്ദർജി മാഡ് സാബ് ബേലയുടെ ബുക്ക് വലിച്ചെറിഞ്ഞു, അത് ശരിയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ളത് 1, 3, 4, 6 ആണ് കറക്റ്റായിട്ടുള്ളത്. അടുത്ത സൂചന, हताशा से एक व्यक्ति बैठ गया था. टिप्पणी का यह अंश पढ़ें और 7 से 9 तक के प्रश्नों के उत्तर लिखें. അപ്പോൾ ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ടിപ്പണിയുടെ ഭാഗം തന്നിട്ട് 7 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 7th ക്വസ്റ്റ്യൻ ഇതാണ്. പാരഗ്രാഫ് നിങ്ങൾ വായിച്ച് നോക്കുക. 7th ക്വസ്റ്റ്യൻ, ലേഖക के अनुसार मुसीबत में पड़े व्यक्ति को किसकी ज़रूरत है. ലേഖകൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധിമുട്ടിൽപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ 3rd ഓപ്ഷൻ മദദ്ക്ക്, എന്തിൻ്റെ, സഹായത്തിൻ്റെ ആവശ്യമാണ് ഉള്ളത്. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ കവിത ക്യാ സന്ദേശ് ദേത്തി ഹെ. ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിത എന്ത് സന്ദേശമാണ് നമുക്ക് നൽകുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് അറിയാം, ഒരുപാട് പോയിന്റ് ഇതിലുണ്ട്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന മനുഷ്യക്ക് തരഹ് ജാനിന എന്ന് നമുക്ക് എഴുതാം. മനുഷ്യനെ മനുഷ്യനായി കാണുക എന്ന സന്ദേശം നമുക്ക് കിട്ടുന്നുണ്ട്. പ്രയാസത്തിലകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കണമെന്നുള്ളൊരു സന്ദേശം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 2 മനുഷ്യർക്കിടയിൽ മാനസികമായ സംവേദനകളാണ് ആവശ്യം. ഇതെല്ലാം ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നതാണ്, അല്ലേ? അപ്പം മെയിനായിട്ടുള്ള പോയിന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. 9, വാക്യ പിരമിഡിക്ക് പൂർത്തീകരെ. ഇവിടെ വാക്യ പിരമിഡ് പൂർത്തീകരിക്കാനാണ്. വ്യക്തി ചാഹത്താ ഹെ, അപരിചിത് വ്യക്തി ചാഹത്താ ഹെ. ഓപ്ഷൻസിൽ സഹായത എന്നും ഹമാരി എന്നും ഉണ്ടായിരുന്നു. അപ്പോൾ 3ാമത്തെ വരി എങ്ങനെയാകും? അപരിചിത് വ്യക്തി സഹായത ചാഹത്താ ഹെ. 4ാമത്തേതോ, അപരിചിത് വ്യക്തി ഹമാരി സഹായത ചാഹത്താ ഹെ. വ്യക്തി ആഗ്രഹിക്കുന്നു, അപരിചിതനായ വ്യക്തി ആഗ്രഹിക്കുന്നു, അപരിചിതനായ വ്യക്തി സഹായം ആഗ്രഹിക്കുന്നു, അപരിചിതനായ വ്യക്തി നമ്മുടെ സഹായം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണത് വരേണ്ടത്. नेक्स्ट है, सबसे बड़े शोमैन जीवनी का यह अंश पढ़ें और प्रश्न 10 से 12 तक के प्रश्नों के उत्तर लिखें. सबसे बड़े शोमैन എന്ന ജീവനിയുടെ ഭാഗം വായിച്ച് 10 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വിശേഷണ ശബ്ദമാണ് ചോദിച്ചിരിക്കുന്നത് 10ാമത്തെ ക്വസ്റ്റ്യനായിട്ട്. എപ്പോഴും നമ്മൾ ഓർക്കുക, ഒരു വസ്തുവിൻ്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ പേര് ഒരിക്കലും എന്താവില്ല, നമ്മുടെ വിശേഷണ ശബ്ദമായി വരില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഹാത്ത് എന്ന് പറഞ്ഞാൽ കൈ, അത് വിശേഷണ ശബ്ദമല്ല. പിന്നെ 2nd ഓപ്ഷൻ പഹല, ഒന്നാമത്തെ എന്നാണ്. 3ാമത്തത് സ്റ്റേജ് എന്ന് പറഞ്ഞാലും വിശേഷണ ശബ്ദമല്ല. ദുനിയ, ലോകം എന്ന് പറഞ്ഞാലും വിശേഷണ ശബ്ദമല്ല. അപ്പോൾ ഇവിടുത്തെ വിശേഷണ പദം ഏതാണ്? 2nd, പെഹല എന്നതാണ് ഇവിടുത്തെ വിശേഷണ ശബ്ദം. 11ാമത്തെ ക്വസ്റ്റ്യൻ, യഹാ സബ്സെ ബഡ ഷോമാൻ കോനെ. ഇവിടെ ഏറ്റവും വലിയ കലാകാരൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഷോമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? നമുക്കറിയാം, ചാർലി ചാപ്ലിൻ ആണ് ഇതിൻ്റെ ഉത്തരം. 12ാമത്തെ ക്വസ്റ്റ്യൻ, സഹി മിലാൻ കരെ ചേരുംപടി ചേർക്കുക. മാങ്കി ആവാസ് ഫടിനെ സേ ലോഗ്. ഇവിടെ അമ്മയുടെ ശബ്ദം ഇടറിയപ്പോൾ ജനങ്ങൾ. ഇതിന് ചേരുന്നതാണ് 4ാമത്തത്. ചില്ലാനെ ലഗെ, ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ചാർലി ഗാന രോക്കർ, ചാർലി പാട്ട് നിർത്തിയിട്ട്. അതിന് ചേരുന്നത് ഏതാണ്? 3ാമത്തെ ഓപ്ഷൻ പൈസെ ബഠോർനെ ലഗെ, പണം ശേഖരിക്കാൻ തുടങ്ങി. 3, ചാർലിക്ക് ഗാനേസെ സ്റ്റേജ് पर, ചാർലി പാടാൻ തുടങ്ങിയപ്പോൾ സ്റ്റേജിന്മേൽ. 2nd ഓപ്ഷൻ പൈസോം കി ബൗച്ചാർ ശുരു ഹോ ഗയി, പണം വന്ന് വീഴാൻ തുടങ്ങി.
4 ലോഗോനെ മാസെ ഹാത്ത് മിലാക്കർ, ആളുകൾ അമ്മയുടെ കൈ പിടിച്ച് ഉണ്ട്. അതിലെ ആദ്യത്തെ ഓപ്ഷൻ ചാർലിക്ക് താരിഫ് കി, ചാർലിയെ പ്രശംസിച്ചു. അപ്പം മാച്ച് ദി ഫോളോയിങ് എഴുതുക. അല്ല അഥവാ അല്ല എങ്കിൽ മാം അപ്പനെ ബേട്ടയ്ക്ക് പെഹലെ സ്റ്റേജ് ഷോ സെ ബഹുത്ത് ഖുഷി തി, അമ്മ തൻ്റെ മകൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഷോ കണ്ട് വളരെ സന്തോഷവതിയായിരുന്നു. ഉസ് ദിൻ കെ അനുഭവവും കാ ജിക്ർ കർത്തേ ഹുയി, ആ ദിവസത്തെ അനുഭവങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് മാനെ അപ്പനി സഹേലിക്ക് നാം പത്രലിക, അമ്മ തൻ്റെ കൂട്ടുകാരിക്ക് ഒരു കത്ത് എഴുതുന്നു. വഹ് പത്ര കൽപ്പന കർക്കേലിക, ആ ലെറ്റർ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ദിശാഹിൻ ദിശ യാത്രാവൃത്ത് കാ അംശ പഠേ, തേരെ സെ 15 തക്ക് പ്രശ്നമൊക്കെ ഉത്തരലേക്ക്. ദിശാഹിൻ ദിശയുടെ യാത്രാവൃത്തിൻ്റെ ഭാഗങ്ങൾ വായിച്ച് 13 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 13ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അബ് ലൗഡ് സലേം സാഹബ് യേ കിസ്നെ കഹാ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് ആര് പറഞ്ഞതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അബ് ലൗഡ് സലേം സാഹബ് കിസിനെ കഹ, ഇതാരാണ് പറഞ്ഞത്? അപ്പോൾ നമുക്കറിയാം ഇത് സെക്കൻഡ് ഓപ്ഷൻ അബ്ദുൽ ജബ്ബാർ, ആ മല്ലാഹ് തോണിക്കാരനായ അബ്ദുൽ ജബ്ബാർ പറഞ്ഞതാണ്. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റായുള്ളത്. അപ്പോൾ ഇതേപോലെയുള്ള ഡയലോഗുകൾ 1 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കി വെച്ചോളൂ. എല്ലാ പാഠഭാഗത്തിലെയും ഠാക്കൂർ കാ കുആ, ബീർ ബഹൂഡി, അതുപോലെ തന്നെ കലാമിൻ്റെ അയാം കലാം കെ ബഹാനെ, ഗുഡ്ലി തോ പരായി ഹെ, ഇങ്ങനെ പറയുന്ന പാഠഭാഗങ്ങളിലൊക്കെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ഡയലോഗുകൾ ഉണ്ടെങ്കിൽ അത് ഓർത്തു വെക്കുക. കാരണം അത് ഇതേപോലെയുള്ളൊരു വൺ വേർഡായിട്ട് വരാം. 14ാമത്തെ ക്വസ്റ്റ്യൻ. അവിനാഷിനെ അപ്നാ കോട്ട് മല്ലാഹു കോ ദേ ദിയ ക്യോം. അവിനാഷ് തൻ്റെ കോട്ട് ആ തോണിക്കാരന് കൊടുക്കാനുണ്ടായ കാരണം എന്ത്? അല്ലേ, നമുക്കറിയാം സർദി ബഡി രഹി ഹെ, തണുപ്പ് കൂടി വരുന്നു. ആ വ്യക്തി ധരിച്ചിരുന്നത് എന്താണ്, കേവലം ഒരു തഹമ്മദ് മാത്രമാണ്. അയാൾ എന്ത് കൊണ്ടുവന്നിട്ടില്ല? അദ്ദേഹത്തിന് ചാദറൊന്നും കൂടെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് സർദി ബഡി രഹി ഹെ ചാദർ ഉസ്കെ പാസ് നഹി ഹെ, അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 15 ഇസ് പ്രസംഗക്കെ ആധാർ പർ പട്കഥാ ഏക ദൃശ്യ ലിഖേ. ഈ ഒരു സന്ദർഭത്തെ അടിസ്ഥാനമാക്കി പട്കഥയുടെ ഒരു ദൃശ്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ സ്ഥാന, സമയ, പാത്ര, ദൃശ്യമൊക്കെ ഘടന, ദൃശ്യവിവരൻ, അതുപോലെ ഇവരുടെ സംവാദമൊക്കെ വെച്ചുകൊണ്ട് പട്കഥ എഴുതണമായിരുന്നു. ഇവിടെ ഈ 15ാമത്തെ ക്വസ്റ്റ്യന് നമുക്കൊരു ഓപ്ഷൻസ്, ഒരു ചോയ്സ് ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ പട്കഥ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ. ഇതിന് ഓപ്ഷൻസ് ഒന്നുമില്ല, നിർബന്ധമായി നമ്മൾ എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോയ്സ് ഒന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത സൂചന. ഠാക്കൂർ കാ കുആ കഹാനി കാ അംശപ്പടേ 16 और 17 ഉത്തരലേക്ക്. 16 17 ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുക. ഗംഗിക്കോ ഠാക്കൂർ കെ കുएं से पानी लेने की അനുമതി नहीं दी क्यों. ഗംഗയ്ക്ക് ഠാക്കൂറിൻ്റെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല, എന്തുകൊണ്ട്? നമുക്കറിയാം ജാതി സമ്പ്രദായത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു ചാപ്റ്ററാണ് അത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചേരുന്നത് ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ ജാതിഗത അസമാനതയ്ക്ക് കാരണം, ജാതിപരമായിട്ടുള്ള അസമത്വത്തെ കാരണമാണ് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റാണ്ടിരുന്നത്. അതുപോലെ തന്നെ 17ാമത്തെ ക്വസ്റ്റ്യൻ. ദില്ലിക്ക് മാനവാധികാർ സമിതിനെ 5 अप्रैल 2024 को समता दिवस मनाने का निश्चय किया. इस अवसर पर जातिगत भेदभाव समाज का अभिशाप का संदेश देते हुए पोस्टर तैयार करें. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2024 ഏപ്രിൽ 5 ദില്ലിയിലെ മാനവാധികാർ സമിതി സമതാ ദിവസ് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഈ അവസരത്തിൽ എന്താണ്, ഒരു ജാതിഗത ഭേദഭാവ്, സമാജിക അഭിശാപ്, ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ജാതിയുടെ പേരിലുള്ള വേർതിരിവ് സമൂഹത്തിൻ്റെ അഭിശാപമാണ് എന്ന സന്ദേശം കൊടുത്തുകൊണ്ടൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പോസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യനും ചോയ്സ് ക്വസ്റ്റ്യനും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ നിർബന്ധമായും എഴുതേണ്ട ക്വസ്റ്റ്യൻ ആയിട്ടാണ് പോസ്റ്ററും വന്നിരിക്കുന്നത്. അടുത്തത് സൂചന. ബച്ചേ കാം പർ ജാ രഹേ ഹേ, കവിത കി യേ പങ്ക്തിയാ പഠേ. പ്രശ്ന 18 और 19 के ഉത്തരലേക്ക്. 18 19 ചോദ്യങ്ങൾക്ക് ഈ കവിതാ വരികൾ നോക്കിയിട്ട് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. യഹാം പർവ്വത് കെ അർത്ഥമേ പ്രയുക്ത ശബ്ദ് കോൺസാ ഹെ. പർവ്വതം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇവിടെ ഏതാണ്? നമുക്കറിയാം 4th ഓപ്ഷൻ പഹാഡാണ്.
19ാമത്തെ ക്വസ്റ്റ്യൻ കവി और कविता का परिचय देते हुए कवितांश का आशय लिखिए. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കവിതാ വരികളുടെ ആശയം എഴുതുക. നമുക്കറിയാം ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധ കവിയായ ശ്രീ രാജേഷ് ജോഷി എഴുതിയ പ്രസിദ്ധമായൊരു കവിതയാണ് ഇത്. ബച്ചേ കാം പർ ജാ രഹേ ഹേ ബാലശ്രം കെ ബാരെ മേ ഹം പ്രതിപാദിത് കിയാ ഹെ. എന്നിട്ട് തന്നിരിക്കുന്ന വരികളെക്കുറിച്ചുള്ള ആശയമാക്കി എഴുതുക. അപ്പോൾ ഇതേ ഒരു മോഡലിൽ SSLC പരീക്ഷയും നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും തന്നെ നന്നായി പരീക്ഷ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതേ ഒരു മോഡലിൽ തന്നെ ആയിരിക്കും SSLC എക്സാമും കടന്നു വരിക. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാ പാഠഭാഗങ്ങളുടെ വീഡിയോസുകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. വരും വീഡിയോകളിലൂടെ നമുക്ക് കാണാം.